പ്രോസസ്സിനെ ശീലമാക്കുക. അതാണ് ഇതിൻ്റെ ഹാക്ക്. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതും പറഞ്ഞ് കേട്ടിട്ടുള്ളതുമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അതായത് എനിക്കിത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് ആഗ്രഹമുണ്ട് ഈ പരിപാടി ചെയ്യാൻ, അതെന്തോ പരിപാടി ആയിക്കോട്ടെ, അതിൽ ആ കണ്ടിന്യൂറ്റി കിട്ടുന്നില്ല എന്നുള്ളത്. അതിനൊരു ചെറിയ ഹാക്ക് ഉണ്ട്. നമ്മൾ എന്ത് വർക്കാണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിൻ്റെ പ്രോസസ്സ് ഉണ്ടാവുമല്ലോ, ആ പ്രോസസ്സിനെ വർക്ക് എടുക്കാതെ തന്നെ ചെയ്ത് ശീലിപ്പിക്കുക. അതൊരു എക്സാമ്പിൾ പറയുമ്പോഴേ മനസ്സിലാവുള്ളൂ. ഇപ്പോൾ പഠിക്കാനാണെങ്കിലോ ഇരുന്ന് എഡിറ്റ് ചെയ്യാനാണെങ്കിലോ എന്തെങ്കിലും കോണ്ടന്റ് ക്രിയേഷൻ ചെയ്യാനാണെങ്കിലോ ഇരുന്ന് ആ ഒരു 5-6 മണിക്കൂർ എഡിറ്റിംഗ് ടേബിളിലോ സ്റ്റഡി ടേബിളിലോ ഇരുന്ന് ശീലമാക്കുക. കോണ്ടന്റ് ക്രിയേഷൻ ആണെങ്കിൽ വീഡിയോ ചെയ്ത് അതിനെ ആ പ്രോസസ്സിലേക്ക് എത്തിക്കുക. ഫോട്ടോഗ്രാഫി ആണെങ്കിൽ ഒരു 10,000 ഫോട്ടോ എടുക്കുക, എന്തെങ്കിലും ആയിക്കോട്ടെ, അപ്ലോഡ് ചെയ്യേണ്ട, നമ്മൾ നന്നാക്കണം എന്നുള്ള കോൺസെപ്റ്റിൽ ചെയ്യേണ്ട. പഠിക്കാൻ ഇരിക്കുക ഒരു 6 മണിക്കൂർ, എഡിറ്റബിൾ ഒരു 6 മണിക്കൂർ ഇരിക്കുക, ക്യാമറ കയ്യിലെടുത്ത് ഫോട്ടോസ് ക്ലിക്ക് ചെയ്യാൻ തുടങ്ങുക. ഒരു 10,000 ഫോട്ടോസ് കഴിയുമ്പോൾ മാത്രമേ നമ്മൾ ആ ഒപ്റ്റിമൽ ഫ്ലോയിലേക്ക് എത്തുള്ളൂ. പിന്നെ നമുക്ക് നല്ല ഐഡിയാസും നല്ല കോൺസെപ്റ്റ്സും ഒക്കെ വെച്ചിട്ട് അത് ചെയ്തു തുടങ്ങാം. പഠിക്കാനാണെങ്കിൽ ആ സീറ്റിൽ 5-6 മണിക്കൂർ കോൺസെൻട്രേഷനിൽ, അതായത് ഡിസ്ട്രാക്ഷൻസ് ഇല്ലാതെ ഇരിക്കാൻ നമ്മൾ ഫസ്റ്റ് നമ്മളെ ബോഡീനെയും മൈൻഡിനെയും ട്രെയിൻ ചെയ്യണം. സോ അതാണ് ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. വർക്ക് ചെയ്യേണ്ട, ആ പ്രോസസ്സിൽ അക്ലമേറ്റേഴ്സ് ആവുക. പിന്നെ നമ്മൾ ലിറ്ററലി ഈ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ടയേർഡ് ആവില്ല, പിന്നെ വർക്കിൻ്റെ മേലെ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. പ്രോസസ്സിനെ ശീലമാക്കുക, അതാണ് ഇതിൻ്റെ ഹാക്ക്. കാരണം വർക്ക് നമ്മൾ എടുക്കും, ഇരുന്ന് കിട്ടാനാ പണി. അത് പലതിനും പല പ്രോസസ്സായിരിക്കും. സോ ആ പ്രോസസ്സ് എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് ആ വർക്ക് അന്നത്തെ ദിവസമോ അല്ലെങ്കിൽ ഒരു 3-4 ദിവസം ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ബോഡീനെയും മൈൻഡിനെയും ആ സ്ഥലത്ത് ഇരുത്തി ആ പ്രോസസ്സുമായിട്ട് അക്ലമേറ്റേഴ്സ് ചെയ്യുക. അത് ഭയങ്കരമായിട്ട് ഉപകരിക്കും. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്.